ശിശിര, ഈ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും ശിശിര എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ചില ചില വീഡിയോസ് കാണാം, യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് ശിശിരയുടെ കാണാറുണ്ട്, ഡു യു നോ എന്ന് പറഞ്ഞിട്ട്. ഈ ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അത് ഞാൻ പറഞ്ഞു തരില്ല, ആരാ പറയുന്നതെന്ന് നോക്കാം. ശബ്ദ മലിനീകരണം കുറയ്ക്കാനായി ബോധവൽക്കരണവുമായി കേരള സേഫ് സൗണ്ട് മിഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേരള സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായാണ് കേരള സേഫ് സൗണ്ട് മിഷൻ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ നെയിം സ്ലിപ്പുകൾ നൽകിയായിരുന്നു മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചുറ്റുപാടിൽ നിന്നുള്ള ഉയർന്ന ശബ്ദങ്ങൾ ഭാവിയിൽ സമൂഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മന്ത്രി വേദിയിൽ പറഞ്ഞു. ഇത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ആശയവിനിമയത്തെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടാവുകയും കാര്യക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ വെല്ലുവിളികളെ ചെറുക്കുന്നതിന് സാങ്കേതികവിദ്യ, നയം, സാമൂഹിക ഇടപെടലുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ സമീപനം നാം സ്വീകരിക്കണം. അതേസമയം 5 ലക്ഷത്തോളം നെയിം സ്ലിപ്പുകൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി പ്രധാനപ്പെട്ട ജില്ലകളിലാണ് നെയിം സ്ലിപ്പുകളുടെ ആദ്യഘട്ട വിതരണം നടക്കുക. IMA സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ബെനവൻ, പഴയ അസോസിയേറ്റ് അംഗം മാർത്താണ്ഡപിള്ള തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.